ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ലൈമൻ ചില്ലീസിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എളുപ്പത്തിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കണ്ണൂർ സ്റ്റൈൽ ചെമ്മീൻ പീരയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വീഡിയോ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായി ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. നിങ്ങളുടെ എരിവിന് കണക്കായിട്ട് ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ചെമ്മീനിന് ഉപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉള്ളതായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് മസാല പുരട്ടിയതിന് ശേഷം ഒരു 15 മിനിറ്റ് മാറ്റി വെച്ചാൽ നല്ലവണ്ണം ഇതിൽ ഉപ്പ് പിടിച്ച് കിട്ടും. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പുളിയാണ്. ഞാനിപ്പോൾ ഇവിടെ വാളംപുളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ മതിയാവും. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുതിർത്തെടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കൊടംപുളിയും ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് സവാളയാണ്. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു വലുപ്പത്തിലുള്ള 4 സവാള എടുത്തിട്ടുണ്ട്. ഇത് വളരെ ചെറിയതായിട്ട് തന്നെ നമ്മൾ മുറിച്ചെടുക്കണം. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ചോപ്പറിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സവാളയ്ക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചെമ്മീനിൽ അതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പിൻ്റെ അളവ് അധികം ആവരുത്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവൊന്നും അധികം ആവരുത്. നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഞരടിയെടുക്കണം. അങ്ങനെ ആവുമ്പോൾ ഈ ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെ ഒക്കെ ടേസ്റ്റ് നന്നായിട്ട് കറിയിലേക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഞരടി എടുക്കണം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെമ്മീൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ചെമ്മീനും സവാളയൊക്കെ മുങ്ങി നിൽക്കുന്ന രീതിയിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. ഇനി നമുക്കിത് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ പുളി ചേർക്കുന്നില്ല. പുളി ചേർക്കാതെ വേവിച്ചാൽ ഇത് ഉള്ളിയൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ സവാളയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഉള്ളിയൊക്കെ നല്ലോണം ഉള്ളിയും ചെമ്മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1.5 പിടി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ഇട്ടിട്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ നല്ലോണം ഡ്രൈ ആക്കി എടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നല്ലോണം ഡ്രൈ ആക്കിയിട്ട് എടുക്കാവുന്നതാണ്. 2 രീതിയിലും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ തേങ്ങ കൂടെ ചേർത്ത് ഇതിലെ വെള്ളമൊക്കെ വറ്റി വന്നാൽ നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം അധികം നമ്മളിത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. എല്ലാം കൂടി ഒന്ന് നമുക്കിത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ ഇതിലെ വെള്ളം മുഴുവനായിട്ട് വറ്റിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ചെമ്മീൻ പീര റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ വേണ്ടി മറക്കരുത്.